ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ എൻട്രി എടുത്ത റീസൺ ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം വീക്ക്ലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബുള്ളിഷിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഇവിടുന്ന് താഴെ വന്ന് തിരിച്ച് വീണ്ടും ആ ഹൈക്ക് മേളിൽ പോകാൻ പറ്റാതെ വീണ്ടും തൊട്ട് മുമ്പുള്ള ഈ ലോയിനെ കട്ട് ചെയ്ത് താഴെ വന്ന് വീണ്ടും തിരിച്ച് ഈ ഒരു ഹൈ വരെ പോയി തിരിച്ച് വീണ്ടും താഴത്ത് വന്ന് വീണ്ടും മേളിൽ പോയി വീണ്ടും താഴെ വന്ന് ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത് നിലവിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു പാറ്റേണിലായിരുന്നു. ഡെയിലിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതൊരു പാറ്റേൺ ബേസ്ഡിലായിരുന്നു നിന്നിരുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ ബേസിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, എക്സ്ട്രീം ലെവലുകൾ, ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാറ്റേണിൽ നിന്നപ്പോൾ ഇവിടെ 1-2 തവണ സപ്പോർട്ട് എടുത്ത് പോയി. അപ്പോൾ ഇത് മേളിലാണ് ഹൈ വെക്കുന്നത്, ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയല്ല വെക്കുന്നത്, മേളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ട്രെൻഡ് ലൈനെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 പോയിൻ്റ്, 1-2 പോയിൻ്റ്, മൂന്നാമത്തെ പോയിന്റിൽ വരുമ്പോൾ ബൈ എടുക്കാമെന്നുള്ളൊരു റീസണിലാണ് നമ്മൾ അവിടെ നിന്ന് ബൈ പ്ലാൻ ചെയ്തത്. ഈ ഒരു ഡെയിലിയിൽ ഞാൻ ഇപ്പോൾ നിലവിൽ കിടന്ന അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ഈ ഒരു ഏരിയ മാത്രം നമുക്ക് ഇട്ടേക്കാം. ഓക്കെ, ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ലോയിൽ നമ്മൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഹൊറിസോണ്ടലായിട്ട് വരുന്നത്. അപ്പോൾ മേളിൽ ഹൈ വെച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈനെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ തൊട്ട് മേളിലും അതേ കണക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഹൈയിൽ നിന്നും തൊട്ട് മുമ്പുള്ള ഹൈയിലേക്ക് കണക്ട് ചെയ്ത്, ആ ഒരു ഹൈ അല്ല, എന്നാൽ ഇതിവിടെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈയിൽ നിന്നാണ് കറക്റ്റായിട്ട് പോകുന്നത്. നമുക്ക് കറക്റ്റ് ഒരു കൂടുതൽ ടച്ചസ് കിട്ടണം, അങ്ങനെയുള്ള ഏരിയകൾ തമ്മിലുമാണ് ഈ ട്രെൻഡ് ലൈൻ നമ്മൾ കണക്ട് ചെയ്തത്. ഓക്കെ, ട്രെൻഡ് ലൈൻ്റെ വീഡിയോ പോയി ഒന്ന് കണ്ടാൽ മതി, ചാനലിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡെയിലിയിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റിൽ നമ്മൾ വരുന്നു. 1 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ താഴത്ത് കണ്ടിന്യൂസ് സെല്ലിംഗ് ഫോൾ വന്നിട്ട് ഒരു ബൈയും പ്രഷർ കാണിച്ചു. കണ്ടില്ലേ, ഇവിടുന്ന് കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ വന്നു. ഇവിടുന്ന് ഒരു വിക്കുള്ള ക്യാൻഡിൽ വന്നത് കണ്ടില്ലേ താഴത്ത് 1 അവറിൽ, അത് നല്ലൊരു ബൈയും പ്രഷർ വന്നതാണ്. അപ്പോൾ തിരിച്ച് ഈ ഒരു സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഒരു ബൈ എടുക്കാം എന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് എൻട്രി ഇവിടെ കിട്ടിയത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഓക്കെ, 5 മിനിറ്റിൽ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ആ ഒരു സപ്പോർട്ടിലേക്ക് വീണ്ടും വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ബൈ ട്രേഡ് പ്ലാൻ ചെയ്തത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ച് അതിന് താഴത്ത് നമ്മൾ റിസ്ക്കും പ്ലാൻ ചെയ്തു. എന്നിട്ട് ടാർഗറ്റ് ഫിക്സ് ചെയ്തിരുന്നത് ഈ ഒരു ഹൈയിലാണ്. അവിടെ നിന്നായിരുന്നല്ലോ ഒരു ബിഗ് സെല്ലിംഗ് പ്രഷർ താഴത്തോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് അവിടെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ആ ഒരു ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പുറക്കിന് തന്നെ വേറൊരു ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോകാനുള്ള വ്യൂ ഉണ്ട് എന്നുള്ളൊരു ഇതിലാണ്, കൂടുതലും മുകളിലോട്ട് പോകാനുള്ളൊരു വ്യൂ ഉണ്ട് എന്നുള്ളൊരു ഇതിൽ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് ഇവിടെ സ്ട്രോങ് ഒരു ക്യാൻഡിൽ ക്ലോസ് വെച്ച സമയത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്നൊരു എൻട്രി എടുത്തായിരുന്നു. ആ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ കയറി പോയിരിക്കുന്നില്ലേ, അത് മൊത്തത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ റിസ്ക് പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു. അപ്പം ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു, അതിൻ്റെ ടാർഗറ്റ് അവിടെ ആദ്യത്തെ ട്രേഡ് നമ്മൾ താഴെ വെച്ചാണ് എടുത്തത്, അതിൻ്റെ മെയിൻ ടാർഗറ്റ് ആ ഒരു എക്സ്ട്രീം കൈ തന്നെ. അപ്പോൾ ഇവിടം വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും വെക്കുന്നില്ല, നമ്മുടെ റിസ്കിനെ ചെറുതായിക്കൊണ്ട് ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ ഈ ഒരു ട്രേഡിൻ്റെ റിസ്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ഒരു ട്രേഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇപ്പോൾ മേളിൽ ചെന്നപ്പോൾ ചെറിയൊരു സ്കാൾപ്പിംഗ് ട്രേഡിന് വേണ്ടി താഴത്തോട്ട് ഒരു ട്രേഡ് നോക്കിയായിരുന്നു. മേളിൽ ചെന്നപ്പോൾ ഈ ഒരു ഹൈയിൽ വന്നപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നൊരു യു-ടേൺ. ഓക്കെ, യു-ടേൺ ഡബിൾ ടോപ്പ് പോലെ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു എൻട്രി എടുത്ത്, ഓക്കെ, ടാർഗറ്റ് വെച്ചിരുന്നത് ആ ഒരു ലോയിൽ തന്നെയായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. കാരണം സ്കാൾപ്പിംഗ് ട്രേഡ് എവിടെ നോക്കിയോളൂ.
ഓക്കെ, സ്കാൾപ്പിൻ്റെ ഇടയിൽ നോക്കിയോളൂ. പക്ഷേ അത് ടാർഗറ്റിലോട്ട് വന്നില്ല. ഈ ഒരു ഏരിയ വരെയായിരുന്നു നമ്മൾ ടാർഗറ്റ് നോക്കിയിരുന്നത്. ഈ ഒരു ബോഡിക്ക് അടുത്ത് വെച്ച് തിരിഞ്ഞു. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് റെഡ് ക്യാൻഡിൻ്റെ മേളിൽ SLനെ ട്രയൽ ചെയ്ത് ഇട്ടിട്ട് നമ്മളത് ട്രയലിംഗ് SL ഹിറ്റായിട്ട് അത് മാറി. കാരണം മേളിലോട്ടൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ചപ്പോൾ എക്സിറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പുറകിന് അവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്തായിരുന്നു മേപ്പോട്ട്. അവിടെ നിന്ന് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കയറിയ സമയത്ത് ആദ്യത്തെ ട്രേഡ് നമ്മൾ റൺ ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു. അതിന് ശേഷമാണ് ഈ ഒരു ട്രേഡ് നമ്മൾ എടുക്കാനായിട്ട് നിന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ക്ലോസ് വെച്ച് അടുത്തൊരു ക്യാൻഡിൽ വന്ന സമയത്ത് ഒരു എൻട്രി എടുത്തു. അതിൻ്റെ SL എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ടാർഗറ്റ് മുകളിലത്തെ ആ ഒരു ഹൈ തന്നെ. അപ്പോൾ 3 ട്രേഡ്. ഒന്ന് ഈ താഴെ നിന്നും പോയ ആ ഒരു എക്സ്ട്രീം സപ്പോർട്ടിൽ നിന്ന് പോയ ഒരു ട്രേഡ്. രണ്ടാമത്തെ ട്രേഡ് ഇവിടുന്ന് താഴത്തോട്ട് പിടിച്ചൊരു ചെറിയ ട്രേഡ്. മൂന്നാമത്തെ ട്രേഡ് ഇവിടുന്ന് മേപ്പോട്ട് പിടിച്ചൊരു ട്രേഡ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ചെറിയ ട്രേഡാണ് നോക്കിയത്. ഈ ഒരു ട്രേഡ് നമുക്ക് ഇതായിരുന്നു നമ്മുടെ മെയിൻ ട്രേഡ്. അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ കൂട്ടത്തിൽ വേറെ ട്രേഡൊന്നും നോക്കിയെന്നേ ഉള്ളൂ. കാരണം നമുക്കവിടെ റിസ്ക് ചെറുത്, അതുപോലെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എടുത്തത്, അല്ലാതെ ചുമ്മാതെ കയറി എടുത്തതല്ല. അപ്പോൾ ഈ ഒരു വ്യൂ ഒന്ന് പറഞ്ഞതാണ്. ഇനി അതിന് ശേഷം നമുക്ക് ആ ഒരു എൻട്രി എടുത്ത കാര്യത്തിലോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ലൈവിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ഈ എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ലൈവിലും വന്നിരുന്ന് ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കുക. നമ്മളെ കൂടെ ലൈവിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാം ഇതുപോലെ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു എൻട്രി എടുത്ത ഇതിലോട്ടൊന്ന് പോകാം നെക്സ്റ്റ്. ഓക്കെ, ഇപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഇവിടെ ആ ഒരു വ്യൂ ഒന്ന് പറഞ്ഞതാണ്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാം. ഈ താഴെ നിന്ന് എടുത്ത ട്രേഡിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അവസാനത്തെ ലോയിൽ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോയാൽ മതി. മേളി വരെ റൈഡ് ചെയ്യണമെങ്കിൽ റൈഡ് ചെയ്യാം. പിന്നെ എനിക്കൊരു വ്യൂ ഉണ്ട്, ഇന്നത്തെ ദിവസം ഇത്രയും മതി എന്നുള്ളൊരു വ്യൂ ഉണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു പിന്നിട്ട് ഓവർ ട്രേഡൊന്നും ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുക, പിന്നെ അടുത്ത ദിവസം നോക്കാം, ബാക്കി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു 2 ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ ഡീറ്റെയിലോട്ടൊന്ന് പോവാം. നമ്മൾ ആദ്യത്തെ ട്രേഡ് താഴെ നിന്ന് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. അടുത്ത രണ്ടാമത്തെ ഒരു ട്രേഡാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പം സ്ട്രോങ് ബുള്ളിഷ് വ്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഒരു ട്രേഡ് ഇവിടെ നിന്ന് എടുക്കുന്നത്. മറ്റേ ട്രേഡ് റൺ ചെയ്ത് കൂട്ടത്തിൽ തന്നെ രണ്ടാമതൊരു ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ആ ഒരു സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ക്ലോസ് വെച്ചു. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ താഴത്ത് തന്നെയാണ്. ചെറിയ റിസ്ക്കേ നോക്കുന്നുള്ളൂ. ടാർഗറ്റ് തൊട്ട് മേളിലുള്ള ആ ഒരു ട്രെൽ ലൈൻ പോകുന്നില്ലേ, ഇങ്ങനെ ഒരു ട്രെൽ ലൈൻ പോകുന്നില്ലേ 5 മിനിറ്റിൽ മേപ്പോട്ട്, ആ ട്രെൽ ലൈൻ്റെ ഹൈയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം ഹൈയിലോ ഒക്കെ നമ്മൾ ആ മേളിൽ വരച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈൻ്റെ ആ ഒരു ഹൈയിൽ തന്നെ നോക്കാം. നമ്മുടെ മെയിൻ ടാർഗറ്റ് താഴെ നിന്ന് എടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ ടാർഗറ്റ് അവിടെയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രേഡിൽ ആ ഒരു എൻട്രിയുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു ട്രേഡും മാർക്കറ്റ് എന്തായാലും മേപ്പോട്ട് തന്നെ പോകാനാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ട്രേഡുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നമുക്കൊരു വ്യൂ ഉണ്ടാവണം എന്തായാലും മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ആ ഒരു വ്യൂവിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് പോന്നു. ഓക്കെ, ഇവിടെ നിന്ന് ട്രെൻഡായിട്ട് ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ നമുക്ക് ട്രെൻഡ് ലൈൻ 1-2 പോയിൻ്റ്, ആദ്യത്തെ 2 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 3ാമത്തെ 4ാമത്തെ പോയിൻ്റൊക്കെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് മുകളിലോട്ട് വിട്ടേക്കുക. അപ്പോൾ ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ആ ട്രെൻഡ് ലൈൻ്റെ ഹൈ വരെ പോകാം. അതിന് മുമ്പ് റിവേഴ്സ് ആവാൻ സാധ്യതയില്ല. ആ ട്രെൻഡ് ലൈൻ്റെ ഹൈ വരെ പോകാം എന്നുള്ളൊരു വ്യൂ നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ട്രെൻഡ് ലൈൻ്റെ തൊട്ട് മേളിൽ തന്നെയാണ് ആ ഒരു എക്സ്ട്രീം ഹൈ ഉള്ളത്. ഓക്കെ, ആ ഒരു എക്സ്ട്രീം ഹൈയിലാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പം ഇനി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക SLന് വേണ്ടിയും ടാർഗറ്റിന് വേണ്ടിയും. ഓക്കെ, അപ്പം ഒന്നുകിൽ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഹൈ വരെ പോവാം, അല്ലെങ്കിൽ നമ്മളെ മെയിൻ ടാർഗറ്റ് ആ ഒരു കൂടുതൽ ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നല്ല ബൈയിങ് പ്രഷർ കാണിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് നോക്കുമ്പോൾ നല്ലൊരു ഹാമർ ക്യാൻഡിലാണ് അവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ടിൽ വെച്ച് നമ്മൾ എൻട്രി എടുത്തിരുന്നത്
ഫസ്റ്റ് ട്രേഡ് താഴെ വെച്ച് എടുത്തിരുന്നു, അത് സെപ്പറേറ്റ് ഒരു ട്രേഡാണ്. അത് കൂടാതെയാണ് രണ്ടാമത് ഈ ഒരു ട്രേഡ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആവാതെ ഇങ്ങനെ ഒന്നും ട്രേഡ് എടുക്കല്. ഇത് നമ്മുടെ ആ ഒരു വ്യൂ വെച്ചിട്ട് നിലവിലെ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രേഡ് നോക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ട്രേഡിനെ റൺ ചെയ്ത് വിട്ടുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വേറെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ റിസ്ക് ചെറുത് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം എൻട്രി എടുക്കുമ്പോൾ പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് മെയിനായിട്ട് നോക്കിയിട്ട് വേണം ഓരോ എൻട്രികളും എടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എന്തുണ്ടോ അതിനനുസരിച്ചുള്ള ലോഡ് സൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള റിസ്ക്കേ നോക്കാവൂ. അല്ലാതെ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് പോയി വലിയ ലോഡ് സൈസ് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവിടെ ക്യാപിറ്റൽ പിന്നെ ഇല്ലാണ്ടായി പോകും ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ക്യാപിറ്റൽ ഉള്ളെങ്കിൽ ആ ചെറിയ ലോഡ് സൈസിൽ ട്രേഡ് എടുക്കുക, ചെറിയ റിസ്ക്കിലുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പം ഇവിടെ നിന്നുള്ള ആ ഒരു ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം എടുത്ത ട്രേഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു രണ്ടാമത്തെ ട്രേഡിലെ ടാർഗറ്റും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റ് റൺ ചെയ്യട്ടെ, നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കാം. താഴെ വെച്ചെടുത്ത ആ ഒരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഒറ്റ ട്രേഡ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പോൾ ഈ രണ്ടാമതെടുത്ത ട്രേഡ് കണ്ടിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് എടുത്ത് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും ചാടിക്കയറി ട്രേഡ് എല്ലാവരും ഒന്ന് എടുക്കാൻ നിൽക്കൽ. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം അവിടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഐഡിയ വേണം നമുക്ക്. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനും ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ആ ഒരു ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഒരു ടാർഗറ്റിലെത്തി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ടാർഗറ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ടാർഗറ്റിൻ്റെ ബോഡിക്കടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് നോക്കുക പരമാവധി. എൻട്രി എടുക്കുമ്പോൾ ആ ഒരു എക്സ്ട്രീം ലെവലിൽ തൊട്ടടുത്ത് വെച്ചിട്ടെങ്കിൽ എൻട്രി എടുക്കാൻ നോക്കുക. എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് അടുത്ത് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുക. തൊട്ടടുത്ത് ചെല്ലുമ്പോഴേ ഇറങ്ങിക്കോ. ചില സമയത്തൊക്കെ തൊട്ടടുത്ത് ചെന്നിട്ട് നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ടാർഗറ്റിൽ എത്താതെ താഴത്തോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ചില സമയത്ത് നമുക്ക് മൈൻഡിലൊരു സെൻറ്റിമെൻറ്റലും കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടൊക്കെ വരാൻ നേരം. അപ്പം ആ ബോഡിക്ക് അടുത്ത് എത്തുമ്പോഴേ എക്സിറ്റ് ചെയ്ത് മാറുക. ഓക്കെ, ഇവിടെ കണ്ടില്ല, ആ ഒരു ബോഡിയും വിക്കും കൂടെ ചേർത്ത് ഒരു സോണിലായിരുന്നു. അപ്പോൾ ആ ബോഡിക്ക് അടുത്ത് എത്തുമ്പോഴേ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻട്രി എടുക്കുമ്പോൾ ആ ഒരു എക്സ്ട്രീം ലെവലിൻ്റെ അടുത്ത് നിന്ന് എടുക്കുക. SLൻ്റെ ദൂരം എന്തായാലും നോക്കണം. SLൻ്റെ ദൂരം നിങ്ങളുടെ കയ്യിലെ ക്യാപിറ്റൽ വെച്ചിട്ട് ചെറുതാണെങ്കിൽ മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ഓക്കെ, എന്തായാലും ആ ഒരു ഹൈയിൽ നിന്ന് ഇപ്പോൾ റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്, ബുള്ളിഷിൽ പോകാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ആ ഒരു ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മേപ്പോട്ടേക്ക് പോവാം. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ സപ്പോർട്ട് അവിടെ ഉണ്ടോ അവിടെ നിന്ന് ബൈ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിനെ മേളിലോട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഒരു ട്രേഡ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എൻട്രി എടുക്കുന്ന സമയത്ത് റെക്കോർഡ് ആയില്ല. ഓക്കെ, അപ്പോൾ അവിടുന്ന് ആ ഒരു ഹൈയിൽ നമ്മൾ താഴെ നിന്ന് എടുത്ത ട്രേഡ് മേളി വരെ പോയി. അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ താഴത്തോട്ട് ഒരു യു ടൈം വന്നു, ഒരു ഡബിൾ ടോപ്പ് വന്നു. ഡബിൾ ടോപ്പ് വന്ന സമയത്തായിരുന്നു ഒരു എൻട്രി എടുത്തിരുന്നത്. ആ ഒരു എൻട്രി എടുത്ത ടാർഗറ്റ് നമ്മൾ തൊട്ട് താഴത്തെ ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ് അവിടെ നോക്കുന്നുള്ളൂ. ഈ ട്രേഡ് എടുക്കണമെന്നുള്ളൊരു ഇതിലല്ല ഇത് നോക്കിയത്. അതായത് ചെറിയ റിസ്കിൽ ചെറിയൊരു ട്രേഡ് നോക്കുന്നതേ ഉള്ളൂ. ട്രെൻഡിന് അഗെയിൻസ്റ്റ് നോക്കുകയാണ്. ഓക്കെ, തൊട്ട് താഴത്തുള്ള ആ ഒരു ഏരിയ വരെ ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട്, തൊട്ട് താഴത്തെന്ന് പറയുമ്പോൾ ആ ചെറിയൊരു 5 മിനിറ്റ് സപ്പോർട്ട് ഏരിയ, അവർ മേളിൽ പോയി ഒരു പുൾ ബാക്ക് താഴത്തോട്ട് വന്ന് തിരിച്ച് കയറിപ്പോയ ഏരിയ, അവിടെ വരെ ടാർഗറ്റ് നോക്കുന്നുള്ളൂ. ചെറിയ ട്രേഡേ നോക്കുന്നുള്ളൂ. ഇത് ട്രെൻഡിനെ അഗെയിൻസ്റ്റ് ചെയ്യുമല്ലേ. ട്രെൻഡിനെ അഗെയിൻസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൈഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആ ഒരു ഏരിയയിൽ ടാർഗറ്റ് അതിൻ്റെ SL ആ ഒരു ഹൈക്ക് മേളിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ട്രേഡിൻ്റെ. ഓക്കെ, ഈ ഒരു ട്രേഡിൻ്റെ SL ആ ഒരു ഹൈക്ക് മേളിൽ, അതുപോലെ ടാർഗറ്റ് ഈ ഒരു 5 മിനിറ്റ് ലോയിൽ തന്നെ. ഓക്കെ, ആ ഒരു ലോ വരെ ഇനി വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവസാനത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ മേളിൽ SLനെ ട്രയൽ ചെയ്ത് ഇടുന്നുണ്ട്. ഓക്കെ, നോക്കാം, ഈ ഒരു ക്യാൻഡിൽ നോക്കാം. എന്തായാലും അവിടെ വന്നിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ, ഒരു യു ടൈം പോയതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തത്.
അപ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് റിസ്ക് അത്രേ വരത്തുള്ളൂ. അതിൻ്റെ മേളിൽ പോയി ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ SL കൊടുക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നും ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്. ഓക്കെ, പിന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ നല്ല ലോഡ് സൈസ് എടുക്കാനുള്ള ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ലോഡ് സൈസ് കൂടുതലെടുത്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂ ഇതായിരുന്നു. താഴെ നിന്നും ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആയിരുന്നു, ഇങ്ങനെ ഒരു പാറ്റേണിലായിരുന്നു പോയിരുന്നത്. 2 തവണ സപ്പോർട്ട് എടുത്ത് പോയി, 3ാമത്തെ തവണ അവിടെ വരുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാം എന്നുള്ളൊരു വ്യൂ. ഓക്കെ, ആ ഒരു വ്യൂവിലായിരുന്നു നമ്മൾ താഴത്ത് നിന്ന് ആ ഒരു എക്സ്ട്രീം സപ്പോർട്ടിൽ നിന്നും ആദ്യത്തെ ഒരു ട്രേഡ് എടുത്തിരുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന ട്രേഡൊക്കെ നമ്മൾ ജസ്റ്റ് ചെറിയ ട്രേഡിന് വേണ്ടി നോക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഓരോ സ്റ്റഡികൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലൈവ് മാർക്കറ്റ് മാത്രമല്ല, അല്ലാതെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തും ഇതുപോലെ പോയിട്ട് ഓരോ സ്റ്റഡികൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. അവിടെ എന്തൊക്കെ നടന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് എൻട്രികൾ കാണിച്ചു, മാർക്കറ്റ് ക്യാൻഡിലുകൾ എങ്ങനെയൊക്കെയാണ് വന്ന് മൂവ് ആയിരിക്കുന്നത്, അതൊക്കെ നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടൈം ഫ്രെയിമിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഹയർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ചെറിയ ടൈം ഫ്രെയിമിലാണ് നമ്മൾ എൻട്രി നോക്കുന്നതെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മേളിൽ നിന്ന് ട്രെൻഡായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ട്രെൻഡിൽ നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് കണക്ക് ട്രെൻഡിലേയും വരയ്ക്കണം. അത് ആ ഒരു 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രെൻഡിലേയും വരച്ചങ്ങോട്ടേക്ക്. നമ്മുടെ SLനെ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ മേളിൽ ട്രയൽ ചെയ്തിടുകയാണ്. മേളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് തിരിച്ച് കയറുമ്പോൾ ഇങ്ങനെ SLനെ ട്രയൽ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറുമ്പോൾ അത് ലോസിലോട്ട് പോകത്തില്ല. ഓക്കെ, ചെറിയ പ്രോഫിറ്റിലായാലും നമുക്ക് ഇറങ്ങിപ്പോരാം. ഇത് ട്രെൻഡിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയ SL കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെ പോകാനാണ് കൂടുതൽ വ്യൂ. എന്നാലും അവിടെ നിന്ന് ഒരു ചെറിയൊരു ട്രേഡ് നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെയും ട്രേഡ് എടുക്കാം. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ചെറിയ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ മൂവ്മെൻറ്റ് നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ട്രെൻഡിന് അഗെയിൻസ്റ്റ് എടുക്കാതിരിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ എപ്പോഴാണോ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നത് ആ ഒരു സമയത്ത് ബൈ എടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷമൊക്കെ ഈ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഒക്കെ പോയിട്ട് ട്രേഡ് എടുക്കാവും. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ SLനെ ഇനിയിപ്പം ആ ഒരു 5 മിനിറ്റ് സെല്ലിങ് ക്യാൻഡലിൻ്റെ മേളിൽ കൊണ്ട് SLനെ ട്രയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് തിരിച്ച് മേപ്പോട്ട് കയറിയാലും നമുക്ക് അവിടം വരെയുള്ള ആ ഒരു പ്രോഫിറ്റ് കിട്ടും, ആ ഒരു മേളിൽ നിന്ന് എടുത്ത്. ഓക്കെ, നോക്കാം മാർക്കറ്റ് മേളിലോട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് കിട്ടുമോ എന്ന് നോക്കാം. ചിലപ്പോൾ ആ ബോഡിക്ക് അടുത്ത് വന്നിട്ടും തിരിയാം. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഈ കറക്റ്റ് എക്സാക്റ്റ് ലോയിലൊന്നും വരണമെന്നില്ല. കാരണം ഇപ്പം നല്ല ബയ്യിങ് സ്ട്രെങ്ത് കാണിച്ച് മുകളിലോട്ട് പോവുകയാണ്. ഒരു ഹയർ ടൈം ഫ്രെയിമിലും ബുള്ളിഷ് അല്ലേ, അപ്പോൾ ആ ഒരു എക്സ്ട്രീം സപ്പോർട്ടിൽ വന്നിട്ടാണ് മാർക്കറ്റ് കയറുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ താഴത്തെ സപ്പോർട്ടിലോട്ട് എക്സാക്റ്റ് ഒന്നും വരണമെന്നൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയും ചെയ്യാം. ഓക്കെ, എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈനിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 4 ഹവറിൽ നോക്കുമ്പോൾ അതൊരു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുകയാണ്. ഓക്കെ, ഈ ഒരു ടാർഗറ്റിൽ വരികയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ആ ബോഡിക്ക് അടുത്ത് നിന്ന് തിരിയുകയാണെങ്കിൽ നമ്മൾ ട്രയലിംഗ് SL ഹിറ്റാവും. നോക്കാം. നമുക്ക് ആദ്യത്തെ ട്രേഡ് എന്തായാലും ആ ഒരു പ്രോഫിറ്റ് നമ്മളവിടെ കിട്ടിയിട്ടുണ്ട്. മേളിൽ വരെ എക്സ്ട്രീം ലെവൽ വരെ പോയിട്ടുണ്ട്. രണ്ടാമതൊരു ട്രേഡ് എടുത്തത് ആ ഒരു പോക്കിൽ തന്നെ വലിയൊരു ക്യാൻഡിൽ, ആ ഒരു വലിയൊരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 3ാമത്തെ ആ ഒരു ട്രേഡ്, മേളിൽ നിന്ന് എടുത്ത ആ ഒരു ട്രേഡ്. ഓക്കെ, നോക്കാം ട്രയലിംഗ് SL ഹിറ്റാവുമോ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് വരെ വരുമോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഈ ഒരു എടുത്ത ആ ഒരു ചെറിയ ട്രേഡിൻ്റെ ടാർഗറ്റ് വരെ, അല്ലെങ്കിൽ ട്രയലിംഗ് SL. ഇനിയിപ്പോൾ ഇങ്ങനെ എൻട്രി എടുത്തിട്ട് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക.
എവിടെയെങ്കിലും പോയിട്ടൊക്കെ എക്സിറ്റ് ചെയ്ത് മാറാതെ വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഒരു വ്യൂ ഉണ്ടാവണം മാർക്കറ്റിൽ. ആ വ്യൂവിനനുസരിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്യാമോ അത് ചെയ്തുകൊണ്ട് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ചാർട്ടിൻ്റെ മുമ്പിലിരിക്കുക. അത് ഒരു വ്യൂ ഇല്ലാതെ നമ്മളിരിക്കില്ല. നമുക്കൊരു സ്റ്റഡി ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഒരു സ്റ്റഡി ഉണ്ടാവണം. മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോവാം, എവിടെ നിന്ന് എൻട്രി എടുക്കാം, SL എവിടെ കൊടുക്കാം, നമ്മുടെ കയ്യിലെ ക്യാപിറ്റൽ വെച്ചിട്ട് എത്ര ലോട്ട് എടുക്കാം, ആ ലോട്ടിൽ എന്ത് റിസ്ക് എടുക്കാം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു ട്രേഡിൽ എൻ്റർ ആകാവൂ. അതുപോലെ ഈ ഓരോ ക്യാൻഡിലുകൾ മൂവ് ആകുമ്പോൾ ആ ക്യാൻഡിലുകൾ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണോ, റിജക്ഷൻ ക്യാൻഡിലാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻട്രിക്ക് പോകാമോ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കി പഠിച്ചതിന് ശേഷം വേണം, നല്ല എക്സ്പീരിയൻസ് ആയതിന് ശേഷം വേണം നമ്മൾ റിയലായിട്ട് ട്രേഡ് എടുക്കാൻ. അതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ആക്കുക. അതിന് ശേഷം വേണം ചെറിയ ലോട്ട് സൈസിൽ പോയിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. ഓക്കെ അവിടെ നിന്നൊരു റിജക്ഷൻ കാണിക്കുന്നു. ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാണ്. മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിന് മേളിൽ അതിന് മേളിലൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ ആ ട്രailing asset ഹിറ്റാവും. അവിടെ നിന്ന് ഇറങ്ങുക. എന്നിട്ട് വേണമെങ്കിൽ മുകളിലോട്ടും വേണമെങ്കിൽ ട്രേഡ് നോക്കാം. അവിടെ നിന്ന് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ ക്ലോസ് വെക്കുകയാണെങ്കിൽ ട്രailing asset ഹിറ്റ്. അടുത്ത വേണമെങ്കിൽ അവിടെ നിന്ന് മേളിലോട്ട് ട്രേഡ് നോക്കാം, ആ മേളിലത്തെ ഹൈ വരെ. ഇതൊക്കെ ഇടയിൽ വെച്ചുള്ള ട്രേഡാണ്. ഇടയിൽ വെച്ച് ഒരിക്കലും ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കയറി ഇടയിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കൽ. നല്ല എക്സ്ട്രീം ലെവലിൽ വെച്ചിട്ട് ട്രേഡ് എപ്പോഴും എടുക്കാവൂ ഒരു ബിഗിനറെ സംബന്ധിച്ച്. ഇങ്ങനെ നമ്മൾ ഈ ഓരോ വീഡിയോയിലും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈവിൽ ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ചാടി കയറി പോയിട്ട് ട്രേഡ് ഇങ്ങനെയൊക്കെ എടുക്കാമെന്നുള്ളൊരു വ്യൂ വരൽ നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമേ, നല്ലൊരു വ്യൂ സ്റ്റഡിയിലൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ പോയിട്ട് റിയലായിട്ട് ട്രേഡ് എടുക്കാവൂ. ഓക്കെ, ഇപ്പോൾ ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അവിടെ ക്ലോസ് വെച്ചിട്ടുണ്ട്. ട്രailing asset നമ്മൾ 8 ആയി മാറുന്നു. ഇനി ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ട്രേഡ് മേപ്പോട്ട് നോക്കാം, മേളിലത്തെ ഹൈ വരെ. കാരണം അവിടെ നിന്നൊരു നല്ലൊരു എൻഗൾഫിങ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്ന ക്യാൻഡിൽ. ആ ഒരു 3 ക്യാൻഡിലും കൂടെ അവസാനത്തെ 5 മിനിറ്റ് സെല്ലിംഗ് ക്യാൻഡിൽ, ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഈ ഒരു സ്ട്രോങ് 5 മിനിറ്റ് ക്യാൻഡിലും കൂടെ ചേർത്ത് അതിന് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്നും പറയാം. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡിയിൽ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. ഇവിടുന്ന് മേപ്പോട്ടൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡിനെ നോക്കാം. മേളിലോട്ട് ആ തൊട്ട് മേളിലുള്ള ഹൈക്ക് മേളിൽ നല്ല സ്ട്രെങ്ത് കാണിച്ച് പോവുകയാണെങ്കിൽ തിരിച്ചൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ, ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വീണ്ടും ബൈ നോക്കാം. ഇപ്പോൾ എന്തായാലും ഒരു സ്കാൽപ്പിംഗ് ട്രേഡിനെ തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ട്രേഡ് എന്തായാലും നമുക്ക് കിട്ടി. താഴത്തെ ആ ഒരു എക്സ്ട്രീം സപ്പോർട്ടിൽ നിന്നും മേളിലത്തെ ഹൈ വരെ കിട്ടി. പിന്നെ ഉള്ള 2 ട്രേഡ് ചെറിയ ട്രേഡ് നോക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഇടയിൽ വെച്ച് ട്രേഡ് എടുക്കുമ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരൊന്നും ഇടയിൽ വെച്ച് ട്രേഡ് എടുക്കാതിരിക്കുക. എക്സ്ട്രീം ലെവലിൽ വെച്ചിട്ട് നോക്കുക. നല്ലൊരു സപ്പോർട്ട് ഏരിയ, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്രകാരമുള്ള എൻട്രി സെറ്റപ്പൊക്കെ വരികയാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. നല്ലൊരു വ്യൂ വെച്ചിട്ട് എപ്പോഴും എൻട്രി എടുക്കാവൂ. ചുമ്മാ ചാടിക്കറി എവിടെയെങ്കിലും കയറി എടുക്കൽ. ഇടയിൽ വെച്ചിട്ട് പരമാവധി എല്ലാവരും ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കുക. എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രം ഇങ്ങനെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ട്രേഡ് കിട്ടുകയാണെങ്കിൽ നോക്കാം. അവിടെയും റിസ്ക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടേ ട്രേഡിലോട്ട് പോകാവൂ. എന്തായാലും ഇവിടുന്ന് ഈ ഒരു ട്രേഡ് മേളിലത്തെ ഹൈ വരെ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ അന്നേരം 3 ട്രേഡാവും. മെയിൻ ഒരു ട്രേഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡായിരുന്നു. ആ വലിയൊരു ട്രേഡ് താഴത്തെ സപ്പോർട്ടിൽ നിന്നും മേളിൽ വരെയുള്ള. പിന്നെയുള്ള 2 ട്രേഡ്, ആ രണ്ടാമതെടുത്ത ട്രേഡും ആ ഒരു വലിയൊരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു അതും, ആ രണ്ടാമത്തെ ട്രേഡിൽ. ഈ ഒരു ട്രേഡ് ഇപ്പോൾ പിന്നീടുള്ള ട്രേഡുകൾ നോക്കിയത് ജസ്റ്റ് സ്കാൽപ്പിങ്ങിന് വേണ്ടി തന്നെ നോക്കിയതാണ്. ഓക്കെ, ഇനി നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ളൊരു വ്യൂവിൽ തന്നെ നോക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് SL കിട്ടുകയാണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഇതും ആ ഒരു മേളിൽ വരെ പോവുകയാണെങ്കിൽ അതും ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, മുകളിലോട്ട് തന്നെ പോകാനാണ് കൂടുതലും വ്യൂ. നമ്മുടെ ഒരു
ചാർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകാൻ തന്നെയാണ് വ്യൂ ഉള്ളത്. വെച്ചിട്ട് നമ്മൾ ഈ ഹയർ ഹൈ ലോവർ ലോ മെയിനായിട്ട് നോക്കിയേക്കണം. അപ്പോൾ എവിടെ നിന്നാണോ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിൽ വീണ്ടും ആ ട്രെൻഡ് ചേഞ്ചായി താഴത്തോട്ട് വരാം. അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് ആ അവസാനത്തെ ലോ വരെ നല്ല സപ്പോർട്ടായിട്ട് ആക്കി ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മേപ്പോട്ട് പോവാം. അപ്പോൾ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യുന്നുണ്ടോ, മാർക്കറ്റ് ലോവർ ഹൈ ലോവറിൽ താഴെ വന്നിട്ട് അവസാനത്തെ ഹൈയിനെ കട്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ അത് എന്ത് സംഭവിക്കാമെന്നൊക്കെ നല്ല രീതിയിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഹയർ ലോവർ ലോയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പോയി കണ്ടു നോക്കിയാൽ മതി. ഹയർ ലോയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ട്രെൻഡ് ലൈനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, എൻട്രി സെറ്റപ്പുകളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിയണം, നമ്മളെ കൂടെ ഇരുന്ന് ലൈവ് ട്രേഡ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ കോഴ്സാണ്. അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്, ഗോൾഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ചെയ്യുന്ന എല്ലാ ഫുൾ കോഴ്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു കോഴ്സ് മാത്രമായിട്ടല്ല, ഫുൾ കോഴ്സായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടുത്ത് തന്നെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഇതുപോലെ ലൈവ് മാർക്കറ്റിലിരുന്നും ട്രേഡ് ചെയ്യാം. പിന്നെ എപ്പോഴും ഇത് നല്ലൊരു ബിസിനസ്സാണ്, വലിയൊരു ബിസിനസ്സാണ് എന്നുള്ള മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. കാരണം കോടിക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു വലിയൊരു ബിസിനസ് മേഖലയത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് ചെറിയൊരു ക്യാപിറ്റലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഇമോഷനും കാര്യങ്ങളൊക്കെ വർക്കൗട്ടാവും. അപ്പോൾ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്റ്റഡിയിൽ നല്ല എക്സ്പീരിയൻസും വേണം, അത്യാവശ്യം കയ്യിൽ ക്യാപിറ്റലും വേണം. അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റഡി എക്സ്പീരിയൻസ് ആക്കിയിട്ട് ചെറിയ ട്രേഡുകൾ എടുത്തെടുത്ത് ക്യാപിറ്റലിനെ വലുതാക്കുക. ക്യാപിറ്റൽ ചെറുതാണെങ്കിൽ ചെറിയ ട്രേഡുകൾ നല്ല ഏരിയകൾ നോക്കി എടുത്തിട്ട് ക്യാപിറ്റലിനെ വലുതാക്കുക. അതിനുശേഷം വലിയ മൂവ്മെൻറ്റുകൾ റൈഡ് ചെയ്ത് പിടിക്കാനൊക്കെ ശ്രമിക്കാം. ഈ ഒരു ട്രേഡിൻ്റെ SLനെ നമ്മളൊന്ന് ട്രയൽ ചെയ്യുകയാണ്. ഇനിയിപ്പം നമ്മൾ ആ ഒരു എൻട്രി എടുത്ത പോയിന്റിലേക്ക് കൊണ്ട് SLനെ കീപ്പ് ചെയ്യാം. ഇപ്പോൾ അതിപ്പോൾ താഴത്തോട്ട് വന്നാലും നമുക്ക് ലോസ് വരത്തില്ല, കോസ്റ്റാണ്. ഓക്കെ, അപ്പം നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വ്യൂവിലോട്ടൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ വലിയ ലോസിലോട്ട് നമ്മുടെ ആ ഒരു താഴത്ത് വെച്ച അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ദൂരം കൊടുക്കാൻ നിൽക്കല്, ആ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക. അപ്പോൾ നമുക്ക് വലിയ ലോസ് പിന്നെ വരത്തില്ല. നമുക്ക് അല്ലെങ്കിൽ ആ ട്രേഡ് നമുക്ക് ടാർഗറ്റിലോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ട്രേഡ് നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മളൊരിടത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റോപ്പ് ലോസിനെ വെച്ചേക്കാതെ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രയൽ ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, അപ്പം നമ്മൾ മാനുവലി ആണ് എൻട്രി എടുക്കുന്നതായാലും എക്സിറ്റ് ചെയ്യുന്നതായാലും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതൊക്കെ ആയാലും മാനുവലി ആണ്. നമ്മുടെ ബ്രോക്കിംഗ് ആപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തും വെക്കാം. പിന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വരണമെന്ന് ചില സമയത്ത് ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തിട്ട് ഒരു വിക്കൊക്കെ അടിച്ച് ആ സ്റ്റോപ്പ് ലോസിനെ കറക്റ്റ് ഹിറ്റ് ചെയ്തിട്ട് നമ്മളെ ടാർഗറ്റിലോട്ട് പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ മാനുവലി ആണ് എല്ലാം ചെയ്യുന്നത്. ടാർഗറ്റ് എടുക്കുന്നതായാലും എൻട്രി എടുക്കുന്നതായാലും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതായാലും മാർക്കറ്റിംഗ് പ്രൈസിൽ തന്നെ എൻട്രി എടുക്കും, മാർക്കറ്റിംഗ് പ്രൈസിൽ തന്നെ എക്സിറ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ SL കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് ഏരിയയ്ക്ക് താഴത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെക്കുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. അതുപോലെ തന്നെ മേളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മേളിൽ നിന്ന് താഴത്തോട്ട് ഇരുന്നൊരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് ഒരു എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ
താഴത്തോട്ടുള്ള ട്രേഡാണ് നോക്കുന്നത് എങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ, ഒരു ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെല്ല് കൊടുക്കും. നമ്മൾ ഈ ഒരു ട്രേഡും മുകളിലോട്ട് തന്നെ, ടാർഗറ്റിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ടില്ലേ ആ ഒരു വ്യൂ, ആ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ. അപ് ട്രെൻഡിൽ നിൽക്കുന്ന മാർക്കറ്റിൽ കൂടുതലും നമ്മൾ ബുള്ളിഷിലേക്ക് തന്നെ പോവുക. കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് തന്നെ നോക്കുക കൂടുതലും. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പം ബുള്ളിഷ് തന്നെയാണ് ബിറ്റ് കോയിൻ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്ട്രീം ലെവൽ സപ്പോർട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാം. പിന്നെ ചെറിയ റിസ്ക് നോക്കിയിട്ട് ചെയ്യുക. എപ്പോഴും റിസ്ക് നല്ല രീതിയിൽ നോക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. വലിയ റിസ്കിലൊക്കെ പോയിട്ട് ട്രേഡ് എടുക്കുന്നത് സൂക്ഷിച്ചൊക്കെ വേണം. ഓക്കെ, അപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈക്ക് മേളിൽ കയറുകയാണെങ്കിൽ, ആ ഒരു ട്രെൻഡ് ലൈൻ്റെയും മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഹൈയിലോട്ടൊക്കെ മാർക്കറ്റ് പോവാം. അവസാനത്തെ ലോ കട്ട് ചെയ്യുന്നിടം വരെ വേണമെങ്കിൽ താഴെ നിന്ന് എടുത്ത ട്രേഡിന് നമുക്ക് ട്രയലും ചെയ്യാം. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് SLനെ കൊണ്ടുവന്ന് ട്രയൽ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഈ ഒരു ട്രേഡ് ആ ഒരു ഹൈയുടെ മേളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ സെല്ല് എടുത്തിട്ടുള്ളവരുടെയൊക്കെ, അതായത് 12-ാം തീയതിക്ക് മുമ്പൊക്കെ എൻട്രി എടുത്തിരുന്ന ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് താഴത്തോട്ട് വന്ന ആ ഒരു ഹൈക്ക് മേളിലൊക്കെ SL ഉണ്ടാവും നേരത്തെ വെച്ചിട്ടുള്ളവരുടെ. അപ്പോൾ ഇപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും യു ടേൺ എൻട്രി ആയിട്ട് താഴത്തോട്ട് ഒന്നുമില്ല. അപ്പോഴും സെല്ലെടുത്തവരുടെ SLൊക്കെ മേളിലുണ്ടാവും. മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നവരുടെയൊക്കെ. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ടൊക്കെ മേപ്പോട്ട് പോവാം. എന്നിട്ട് ചെറിയൊരു റിജക്ഷൻ താഴത്തോട്ട് വരുന്ന കണക്ക് വരാം. ആ ഒരു സമയത്ത് നമുക്കവിടെ ഇറങ്ങാം. ഓക്കെ, മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ് എന്തായാലും. അപ്പോൾ ആ ഒരു വ്യൂ നമുക്കുണ്ടായിരിക്കണം മാർക്കറ്റ് എങ്ങോട്ടേക്ക് കൂടുതൽ പോകാമെന്നുള്ള. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ ആ ഒരു ലോയ്ക്ക് താഴത്ത് സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുന്നു. ട്രയൽ ചെയ്യുക, ഇങ്ങനെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക. അഥവാ ഇനി ടാർഗറ്റ് കിട്ടാതെ വന്നാലും നമ്മൾ പിന്നെ അത് SL കൊടുക്കല്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കാണിച്ച ട്രേഡ് ആണെങ്കിൽ. ഓക്കെ, ഇതിന് താഴത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിങ് ക്യാൻഡിൽ, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ SL കൊടുക്കുക. ഞാൻ ഇനിയിപ്പോൾ ഇതിനെ റൈഡ് ചെയ്യാനൊന്നും ഇരിക്കുന്നില്ല, സമയവും ഇല്ല. അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ള മൂവ്മെൻറ്റ് അവിടെ കിട്ടി. അപ്പോൾ പിന്നെ ഓവർ ട്രേഡ് ചെയ്യാനായിട്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ഇനി എന്താണെന്ന് നോക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. നോക്കാം, ജസ്റ്റ് ഒന്ന് മേപ്പോട്ട് കയറുകയാണെങ്കിൽ ഇറങ്ങാം. ഇനി ഇരിക്കുന്നില്ല. ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് വരെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ട്രയൽ ചെയ്യാനൊന്നും സമയമില്ല, ഇനി ചാർട്ടിന് മുമ്പിൽ ഇരിക്കാൻ സമയമില്ല. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്ന സമയം, ആ ഒരു സമയത്ത് മാത്രം ഇരുന്ന് ട്രേഡ് ചെയ്യുക. അല്ല നമ്മൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. നല്ല സ്വസ്ഥമായിട്ട് എവിടെ ഇരുന്ന് നമുക്ക് നല്ല മൈൻഡ്, ചാർട്ടിൽ നല്ല സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാൻ പറ്റുന്ന സമയത്തെ ട്രേഡ് ചെയ്യാവൂ. അല്ല വേറെ ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ യാത്രയിലൊക്കെ പോകുന്ന വഴിക്ക് അങ്ങനെയൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. നല്ല കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇറങ്ങുകയാണ്. ഇനി ഇരിക്കാൻ സമയമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനി താഴെ നിന്ന് ട്രേഡ് എടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ട്രയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റിനെ റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 5 മിനിറ്റ് സിംഗിൾ ലോയ്ക്ക് താഴത്ത് കൊണ്ടുവന്ന് SLനെ ട്രയൽ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് അവസാനത്തെ ലോ കട്ട് ചെയ്യുന്നിടം വരെ നമുക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അവസാനത്തെ ലോ കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് അവസാനത്തെ ലോ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.